ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഓണം ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അമ്മേൻ്റെ അടുത്തൊക്കെ വന്നിട്ടുള്ളത്. ഇന്ന് അമ്മേൻ്റെ അടുത്ത് നിന്നാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. അനിയൻ നാട്ടിൽ പോയിട്ടാണുള്ളത്. അതുകൊണ്ട് അമ്മയും അച്ചുമോനും ഞാനും ഏട്ടനാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നല്ല മഴയാണ് കേട്ടോ ഇവിടെ. ഇതാണ് ഇവിടുത്തെ രാവിലത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് താഴേട്ടാ. പിന്നെ അതുവഴി റെയിൽവേ ട്രാക്കൊക്കെ പോകുന്നുണ്ട്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് എനിക്ക് അമ്മ ഇത് അടിപൊളി ഡിസൈനിൽ അമ്മേൻ്റെ സ്വന്തം ഡിസൈനിൽ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ രാവിലെ വിളക്കൊക്കെ വെച്ച് നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. വീട്ടിൽ കയറി വരുമ്പം തന്നെ അച്ഛൻ്റെ ഫോട്ടോ ആണ്. അങ്ങനെ ഏട്ടൻ ഇത് ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട്. ചെസ് മേറ്റ് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ പരിപാടിയിലേക്കൊക്കെ കടക്കാൻ പോവാണ്. അതിന് മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മേൻ്റെ അടുത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പായസത്തിനുള്ള പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് നല്ലോണം വെള്ളം വെച്ചിട്ട് കുറച്ച് സമയം ഉണ്ടാവണം. നൂഡിൽസിൻ്റെ കൂടെ കഴിക്കാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കോഫി ഉണ്ടാക്കുന്നുണ്ട്. ഒരു സമയത്ത് തന്നെ 3 സാധനം. ബിരിയാണിയാണ്, ചിക്കൻ ഫ്രൈ ആക്കിയിട്ടില്ല, ബിരിയാണിയാണ് ആക്കാൻ വിചാരിക്കുന്നത്. ഞാൻ അരി കഴുകി വെച്ചിട്ടുണ്ട്. ഓണല്ലേ, അപ്പോൾ ഒരു ചെറിയ സദ്യ. നാട്ടിൽ പോയിട്ട് അടിച്ചു പൊളിക്കട്ടെ. അനിയൻ നാട്ടിൽ പോയിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട്, നമ്മ ഇവിടെ അടിച്ചു പൊളിക്കുന്നുണ്ട്. വാങ്ങാനൊക്കെ പറഞ്ഞിട്ട് പോയത്. നല്ല ഫ്രൈ ആക്കിയിട്ടില്ല, അടിപൊളി ബിരിയാണി ആക്കാം. മോനെ മുടിയെല്ലാം നേരെ ആക്കിട്ടോ. അടിപൊളിയായിട്ടേ ഇഷ്ടപ്പെട്ടിട്ടേ നോക്കട്ടുപ്പാ. അപ്പം നമുക്ക് നൂഡിൽസും മുട്ടയും കോഫിയും കുടിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കണം, സദ്യ ഉണ്ടാക്കണം. 2 പണിയുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കാം. ചായ കുടിക്കുന്ന സമയം കൊണ്ട് പരിപ്പ് വേവല്ലോ എന്ന് പറഞ്ഞിട്ട് പരിപ്പ് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ഒന്ന് കഴുകി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കൂടി കഴിയുമ്പോഴത്തേക്ക് ചിക്കന് നന്നായിട്ട് മസാലയും പിടിക്കുമല്ലോ. അപ്പോൾ അമ്മ സാമ്പാറിൻ്റെ പരിപാടി പരിപ്പൊക്കെ വേവിക്കാൻ വെച്ച സമയത്ത് ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെക്കുവാന്നേ. നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുത്തിട്ട് നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചിക്കന് മസാലയൊക്കെ പുരട്ടി വെച്ചു. ഇനി കുറച്ച് നാരങ്ങ നീര് കൂടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മസാല എന്ന് പറയുന്നത് ഒരു സെറ്റ് മസാല തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ നല്ല സെറ്റായിട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് റെഡിയാക്കി ഇവിടെ വെക്കാം. നാട്ടിലുണ്ടാകുമ്പോഴുണ്ടല്ലോ പയ്യന്നൂർ കൈരളി ഹോട്ടലിലത്തെ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എനിക്ക് ആ നാട്ടിലുണ്ടാവുന്ന സമയത്ത് കഴിച്ചൊരു ടേസ്റ്റ് ഇല്ലേ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു ബിരിയാണീൻ്റെ അത്ര എത്തൂലെങ്കിലും നമുക്ക് ഏകദേശം ആ ഒരു ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് തിരിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ആ സമയത്ത് ഇതാ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയതും. അപ്പം ഏതായാലും ബിരിയാണിയും പിന്നെ സദ്യയൊക്കെ ആക്കുന്നുണ്ട്. ആ സമയം വരെ നമുക്കിങ്ങനെ വിശന്നിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഏതായാലും ചായ കുടിച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഈ ചായ കുടി പരിപാടി നടത്തിയത് കേട്ടോ. അങ്ങനെ ഏട്ടനും ഞാനും അച്ചുവും എല്ലാവരും കൂടി ഇരുന്നിട്ട് നൂഡിൽസും മുട്ടയും കഴിച്ചേ. ഇപ്പോൾ ഏട്ടൻ ഇങ്ങനെ ചെസ്സൊക്കെ കളിച്ചുകൊണ്ടിരിക്കുവാന്നേ. എന്നാലും എന്തൊക്കെ പണിയെങ്കിലും ഉണ്ടെങ്കിൽ അതിനിടയിൽ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇവിടെ പിന്നെ ആർക്കും അങ്ങനത്തെ ഒരു മടിയൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇതിലാണ് പണികളൊക്കെ ചെയ്യുന്നതും. എന്താ പറയുക, നല്ലൊരു രസമാണ്. അങ്ങനെ ഇതാ നൂഡിൽസും മുട്ടയൊക്കെ കഴിച്ച് ഞങ്ങൾ കിച്ചണിലോട്ട് പോയി. ഏട്ടൻ ഇതാ പണി കൊടുത്തിട്ടുണ്ട്. അപ്പം ആനയോടും കുതിരയോടുമുള്ള യുദ്ധത്തിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ കക്കരിക്കൊക്കെ മുറിക്കുന്നത്. ആ സമയത്ത് കിച്ചണിലാണെങ്കിൽ സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് മസാലയൊക്കെ ചേർത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുന്ന പണിയേ ഉള്ളൂ. പെട്ടെന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റുള്ള പണിയാണ്. പിന്നെ അമ്മയൊക്കെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുക. അമ്മേൻ്റെ കറികളൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു കഴിവ് എനിക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ഇൻട്രസ്റ്റും. അതുപോലെ എൻ്റെ അച്ഛനൊക്കെ നല്ല കറി ഉണ്ടാക്കുവേ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വളർന്നത് കൊണ്ട് കുറച്ചൊക്കെ ഒരു മുല്ലപ്പൂവും പൊടിയേറ്റ് കിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം എന്ന് പറഞ്ഞാണെങ്കിൽ കുറച്ചൊരു ഇത് എനിക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താനൊക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്ത് അച്ചുമോൻ ഇതാ ഇവിടുന്ന് ഗെയിം കളിക്കുകയാണ്. പുറത്താണെങ്കിൽ ഫുള്ള് കോടയാണ്, കോട മഞ്ഞിങ്ങനെ ഇറങ്ങുവാണ്, മഴയും എന്തൊക്കെയോ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മളിതാ ചിക്കൻ ഫ്രൈ ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അടുത്തത്. സാമ്പാർ അവിടെ റെഡിയായി. ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ ആകെ 2 അടുപ്പേ ഉള്ളൂ. നമുക്കാണെങ്കിൽ ഒരു 100 കൂട്ടം പണികളും ഉണ്ട്. എന്താ ചെയ്യുക, ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാവണ്ടേ. അപ്പോൾ സാമ്പാർ ഒരു സൈഡിൽ നിന്ന് റെഡിയാവുന്ന സമയത്ത് തന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളിയും മസാലകളൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ബിരിയാണി റൈസ് ഉണ്ടാക്കിയിട്ട് മിക്സ് ആക്കുമല്ലേ വേണ്ടു. അപ്പുറത്തെ സ്റ്റൗവിലാണെങ്കിൽ സാമ്പാർ ആയതിന് ശേഷം ഉപ്പേരി, പപ്പടം, അങ്ങനെ കുറേ സദ്യേൻ്റെ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ ഒരു സൈഡ് അമ്മേനെ ഏൽപ്പിച്ചു, ഒരു സൈഡ് ഞാനും അങ്ങേറ്റെടുത്ത്. നമ്മൾ രണ്ടാളും ആണെങ്കിൽ ഇന്നിതാ യൂണിഫോം ഇട്ടിട്ട് വന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. വളരെ അവിചാരിതമായിട്ട് നമ്മളിങ്ങനെ സെയിം കളറായതാണ്. 1-2 ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ രാവിലെ റെഡിയായിട്ട്, അച്ചുമോൻ ഇന്നലെ അമ്മേൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഏട്ടനും ഇന്ന് രാവിലെ എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ കുറേ ഡ്രസ്സുകളൊക്കെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഞാൻ ഇട്ടിട്ട് വന്നത് ഈ ഒരു കളർ ഡ്രസ്സായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് അമ്മയും അതേ കളറായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടനും അച്ചുവിനും ഇതാ വളരെ ഗംഭീരമായൊരു പണി കൊടുത്തിട്ടുണ്ട്. നമ്മളെ പരിപ്പ് പ്രഥമനാണ് കേട്ടോ ഇന്ന് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ. അങ്ങനെ അമ്മ ഇവിടെ ചോറ് ഇതാ ഊറ്റിക്കൊണ്ടിരിക്കുവാണ്. കുക്കറിലാണ് കേട്ടോ ചോറ് വെച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കേണ്ടി വന്നത്. സാധാരണ നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിട്ട് നമ്മളെ നാട്ടിൽ ചോറ് വാർക്കല്ലേ, അതുപോലെയാണ് കേട്ടോ വാർക്കാറ്. അങ്ങനെ ചിക്കൻ ഓരോന്നായിട്ട് ഞാനിങ്ങനെ വറുത്തെടുത്ത് വെക്കുന്നുണ്ട്. നല്ല ഫ്രൈ ആയിട്ട് എടുക്കുന്നുണ്ട്. നല്ല ചിക്കനായിരുന്നു കേട്ടോ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങുന്ന ചിക്കൻ എനിക്ക് ഇഷ്ടപ്പെടാറില്ല, പക്ഷേ ഇന്ന് നല്ല ചിക്കനാണ് കിട്ടിയത്. അങ്ങനെ അമ്മ ചോറ് കോരി വെച്ചു. ഇവിടെ അച്ചും ഏട്ടനും കൂടി തേങ്ങ ചിരകലിൻ്റെ മത്സരത്തിലാണ്. പിന്നെ സാമ്പാറിന് വേണ്ടുന്ന വറവ് റെഡിയാക്കിയാണ്. ഇതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് എല്ലാത്തിൻ്റെയും റെസിപ്പി കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ലെങ്ത് ഉള്ളതായിരിക്കും. പിന്നെ അതുപോലെ സാമ്പാറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, അതുകൊണ്ടാണ് ഫുള്ള് റെസിപ്പി ആയിട്ട് കാണിക്കാതിരുന്നത്. അങ്ങനെ അവരുടെ യുദ്ധം ഇവിടെ കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ യുദ്ധം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം പകുതിയായേ. ചോറുമായി സാമ്പാറുമായി. ഇനിയിപ്പോൾ ഒരു പെരക്കാക്കണം, പിന്നെ പപ്പടാക്കണം, പിന്നെ ഒരു ഉപ്പേരി ആക്കണം. അതൊക്കെ ഉള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമാണ്. പിന്നെ മോനൊരു ഓണൊക്കെ അല്ലേ, അപ്പോൾ അവനൊരു ഇലയിലൊരു സദ്യ കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട്, പിന്നെ അവന് ബിരിയാണിയിലൊന്നും അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് പപ്പടവും സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ അവൻ ചോറ് കഴിക്കും. അപ്പോൾ അവനൊരു ഓണത്തിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ആണ് സദ്യ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ തകർപ്പൻ ചിക്കൻ ഫ്രൈയിലാണ് കേട്ടോ. ചിക്കൻ, മുട്ട ഇതൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ പിന്നെ എന്നെ അറിഞ്ഞേൽപ്പിച്ചൊരു പണിയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത്. ഒരു അരമണിക്കൂറോളമായി ഞാൻ ഈ ചിക്കൻ മൊത്തം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. 2 കിലോയിൽ കൂടുതലുണ്ടായിരുന്നു ചിക്കൻ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അങ്ങനെ ഇതാ പൊരിച്ച് ഞാൻ വേർത്തൊരു പരുവത്തിലായേ. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ബിരിയാണി തിന്നാനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ മത്സരിച്ച് പൊരിച്ച് വെക്കുവാന്നേ. ഇതെന്താ ഇവിടെ കുക്കറിൽ? പരിപ്പ് പ്രഥമൻ്റെ പരിപ്പ് അമ്മ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ വെന്ത് സെറ്റായിട്ട് ഇതാ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വെല്ലാണ് കേട്ടോ ഇപ്പോൾ പാവകാച്ചം വെച്ചിട്ടുണ്ടായത്. ചിക്കൻ ഇതാ ഫ്രൈ ആക്കിയിട്ട് ഇവിടെ കൂട്ടി ഇട്ടിട്ടുണ്ട്. മസാല പിടിക്കുന്നുണ്ട് പാലെടുക്കാൻ. ഇത് ഐസ്ക്രീം ഉരുട്ടി വെച്ചതല്ല, തേങ്ങ പാലെടുത്തതാണ്. ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്. അങ്ങനെ അച്ഛമ്മൻ ഇതാ ഇവിടെ കുറച്ച് ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്യാനിരിക്കുവാണ് കേട്ടോ. പുറത്തിതാ നല്ല തണുപ്പാണ്, ഇപ്പം നല്ല മഴയും. അങ്ങനെ ഞങ്ങൾ വീണ്ടും കിച്ചണിലെ പരിപാടികളും ഉണ്ട് നടക്കുന്നത്. ആ പരിപ്പ് കുറച്ച് വേവ് കുറവുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് അമ്മ വീണ്ടും വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി അതിലോട്ട് വെല്ലം പാവ് കാച്ചത് ഒഴിക്കുവാണ്. മുമ്പൊക്കെ ഉണ്ടല്ലോ ഞാൻ പരിപ്പ് പ്രഥമനൊന്നും കഴിക്കാറേ ഉണ്ടായിരുന്നില്ല. എനിക്ക് പാല് കൊണ്ടുള്ള പായസം മാത്രമായിരുന്നു കേട്ടോ ഇഷ്ടം. പിന്നെ എപ്പോഴോ ഒരിക്കലും ഞാനത് കുടിച്ച് നോക്കി, അപ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എനിക്ക് പ്രഥമൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായേ. അതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് ഉണ്ടാക്കി തരാൻ പറയാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പ് പ്രഥമൻ കേട്ടോ. അപ്പോൾ ആദ്യം 2-ാം പാലാണ് ഒഴിച്ചത്. പിന്നെ കുറച്ച് തിളച്ചതിന് ശേഷം 1-ാം പാലും കൂടി ഒഴിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി പായസം റെഡിയായേ. അങ്ങനെ ഇപ്പം എന്തൊക്കെ റെഡിയായി? ചോറ് റെഡിയായി, സാമ്പാർ റെഡിയായി, പായസം റെഡിയായി, പിന്നെ പെരക്ക് റെഡിയായി, ബിരിയാണി എൻ്റെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ മസാലയും സെറ്റൊക്കെ ആക്കിയിട്ട് റൈസും കൂടി ആക്കണം, പിന്നെ പപ്പടം ആക്കണം. ഇതൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇന്നത്തെ ഊണ് കുശാലായിട്ടാണ്. അപ്പോൾ അമ്മ ഇത് അവിടെ ബിരിയാണീൻ്റെ റൈസ് സെറ്റാക്കുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്തെ സ്റ്റൗവിൽ നിന്നിട്ട് അതിന് വേണ്ടുന്ന ഉള്ളിയും തക്കാളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ പേസ്റ്റാക്കി അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ ബിരിയാണീൻ്റെ മസാല ഇവിടെ റെഡിയാവും, ബിരിയാണീൻ്റെ റൈസ് അമ്മ അപ്പുറത്ത് റെഡിയാക്കും. ഒന്നും പറയണ്ട, 2 പേരും ഇന്ന് യുദ്ധം തന്നെയാണ്. യൂണിഫോം ഇട്ടിട്ട് 2 ആളും ഇന്ന് പടക്കളത്തിൽ ഇറങ്ങിയിട്ടാണ് ഉള്ളത് കേട്ടോ. ഈ ഓണം നമുക്ക് പൊടിക്കണം എന്നുള്ള ഒറ്റ കണ്ടീഷനേ ഇല്ലൂ. അപ്പോൾ ഇത് 2 ആളും തകർത്ത് പരിപാടിയിലാണ്.
അങ്ങനെ എന്താ എല്ലാം പെട്ടെന്ന് റെഡിയായിട്ട് വേണം ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇന്നലെ ഫുള്ള് ക്ലീനിങ് പരിപാടിയായിരുന്നു. പിന്നെ വൈകുന്നേരം നമ്മളൊന്ന് മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നു കേട്ടോ. ഈ മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ മഴയൊന്നും ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം എന്തോ നല്ല മഴയാണേ. മെയ്യിലെങ്ങാനും തുടങ്ങിയ മഴയാണ്. ഇപ്പോൾ സെപ്റ്റംബർ ആയില്ലേ, ഇത്രയും നാളും ഒരേ മഴ തന്നെയാണ്. ഓരോ സമയത്ത് ഓരോരോ കാലാവസ്ഥ അല്ലേ. അങ്ങനെ എന്താ പറയുക, രണ്ടാളും മാറി മാറി ഓരോന്ന് കൈകാര്യം ചെയ്ത് അങ്ങനെ നടക്കുവാണ് കേട്ടോ നമ്മളെ പണി. നിങ്ങൾക്കൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങൾ മുംബൈയിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോയിൽ ഉണ്ടാവാറുള്ളത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റി അതിലോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരച്ച പേസ്റ്റൊക്കെ ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുവാന്നേ. ഇനിയിപ്പം അതിലോട്ട് തക്കാളിയൊക്കെ ചേർക്കണം. അങ്ങനെ ഏട്ടന് അടുത്ത പണി നമ്മളെന്തോ കൊടുത്തോ? ഇല്ല കേട്ടോ, അമ്മ ഏട്ടന് പായസം കൊണ്ട് കൊടുത്തതാണേ. കുറേ സമയമായില്ലേ ഇരുന്ന് ബോറടിക്കും കുറേ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ബിരിയാണിയൊക്കെ ആക്കാൻ ടൈം എടുക്കും. ആ സമയത്ത് പായസം കുടിച്ചോട്ടെന്ന് കഴിച്ച് കൊണ്ടു കൊടുത്തതാണ് കേട്ടോ. അമ്മ ഇങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്യുന്നൊരു ടൈപ്പാണ് കേട്ടോ, എന്നെ പോലെയല്ല. എന്നിട്ട് അതിൻ്റെ ബിരിയാണി റൈസ് ഇടാൻ വേണ്ടി വെള്ളമൊക്കെ തിളച്ച് സെറ്റായ സമയത്ത് അമ്മ പിന്നെ എന്നാണ് റൈസൊക്കെ ഇട്ടു. എൻ്റെതും ഏകദേശം ഇതായി ഇവിടുന്ന് ഒട്ടും വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും ഇവിടെ പണി തകർക്കുവാണേ. അപ്പോൾ എൻ്റെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്ന സമയത്ത് ഞാൻ അതിലോട്ട് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തേ. ഇനിയിപ്പോൾ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ ഇപ്പോൾ കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ഓണ പ്രോഗ്രാം പോലെയാണ് ഇപ്പോൾ ഇവിടെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനാണ് നടക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ. കാരണം അപ്പുറത്ത് റൈസ് ഇപ്പുറത്തെ മസാല, അപ്പുറത്തെ റൈസ് ഇപ്പുറത്തെ മസാല, ആ ഒരു ഇതിലാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ അമ്മ എൻ്റെ ഇതിൽ കൈയടത്തുന്നുണ്ട് സഹോദരങ്ങളെ, മസാലയൊക്കെ ഇട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ക്യാമറ ഞാനന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ. അപ്പോൾ ചിക്കൻ പീസ് ഫ്രൈ ചെയ്തതും കൂടി അതിലോട്ട് ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. പക്ഷെ പരാജയം സംബന്ധിച്ച് അമ്മ ഇത് എൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് ചട്ടിയിലും അധികം നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇളക്കി മിക്സ് ആക്കുക എന്നുള്ളതൊരു റിസ്ക് ആയതുകൊണ്ട് ആ പണി അമ്മ എന്നെ ഏൽപ്പിച്ചു. ഞാനത് ഭംഗിയായിട്ട് നിറവേറ്റിയേ. അങ്ങനെ നല്ല മണം വരുന്നുണ്ട്. ഏകദേശം നല്ല ഒരു ഹോട്ടൽ ബിരിയാണീൻ്റെ ഒരു മണം എനിക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഊഹിച്ചു നമ്മുടെ പരിപാടി ഏതായാലും സക്സസ് ആവുന്നുണ്ട് എന്നുള്ളൊരു സമാധാനത്തിൽ ബാക്കി നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയേ. അങ്ങനെ ബിരിയാണീൻ്റെ റൈസും ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അലങ്കാരപ്പണികളാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബിരിയാണീൻ്റെ റൈസ് സെറ്റായിട്ടുണ്ട്. ഇനിയാണ് ലെയറായിട്ട് നമ്മൾ കേക്ക് നിർമ്മാണം പോലത്തെ പരിപാടികൾ കേട്ടോ. ആദ്യം കുറച്ച് റൈസ് ഇട്ടു, ഇനി അതിലോട്ട് ചിക്കൻ ഇടും, പിന്നെ ആദ്യമേ റൈസ് ഇടും, പിന്നെ ആദ്യമേ ചിക്കൻ ഇടും, അങ്ങനെ ഒരു പരിപാടികൾ. അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ കേക്കിൻ്റെ ഓർമ്മ. അത് കേക്ക് ഉണ്ടാക്കാനൊക്കെ നല്ല രസമല്ലേ, അതും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഒരു വട്ടം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണേ. അപ്പോൾ ഇപ്പം നടക്കുന്നത് ബിരിയാണി പരിപാടിയാണ്. ബിരിയാണി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ ചിക്കൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ടല്ലേ. ഇല്ല കേട്ടോ, ചോറ് അവിടെ എക്സ്ട്രാ ഉണ്ട്. പിന്നെ നല്ല ഗോൾഡൻ കളറിൽ വറുത്തിട്ട ഉള്ളിയൊക്കെ ഇട്ട് അമ്മ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുവാണേ. നല്ല മണം വരുന്നുണ്ട്. വിശപ്പ് സഹിക്കാൻ വയ്യാട്ടാ, പ്രത്യേകിച്ച് ബിരിയാണി അല്ലേ. അപ്പം നമുക്കധികം ക്ഷമ കിട്ടൂലല്ലോ. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായിട്ട് അമ്മ പറയും ബിരിയാണി റെഡിയായേ. പിന്നെ നമ്മുടെ ഇലയൊക്കെ കഴുകി സെറ്റാക്കി മല പോലെയുള്ള പപ്പടമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ വിളമ്പുകയാണേ. ഇത് അച്ഛൻ്റെ ഓഹരിയാണ്. നമ്മളെ കൂടെ അച്ഛനില്ല, പക്ഷെ അച്ഛൻ്റെ ഓഹരി നമ്മൾ ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. അച്ഛൻ നമ്മുടെ കൺമുന്നിൽ ഇല്ലെങ്കിലും നമ്മുടെ കൂടെ തന്നെ ഇല്ല പോലെ തന്നെ എന്നിട്ട് നമുക്ക് എപ്പം ഫീൽ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും അച്ഛനെ നമ്മൾ മാറ്റി നിർത്താറില്ല കേട്ടോ. അച്ഛൻ ഇവിടെ ഇരുന്നിട്ട് കോടമഞ്ഞൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാന്നേ. അതിൻ്റെ ഇടയിൽ അമ്മയും പണിയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കലാണ് മെയിൻ പരിപാടി. ഓണത്തിൻ്റെ സദ്യ ബിരിയാണി. അപ്പോൾ ഇവിടെ ഒരു കോമ്പറ്റീഷനാണേ, സദ്യ വേഴ്സസ് ബിരിയാണി, ഏതാണ് നല്ലത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് രണ്ടും അടിപൊളിയായിരുന്നു. സദ്യയും ബിരിയാണിയും രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം
രണ്ടും നമ്മൾ തന്നെയല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ ആരാന്ന് ജയിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും തോറ്റു കൊടുക്കുമോ? അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഊണിനോടുള്ള എന്താണ് അറ്റാക്ക് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി ബിരിയാണി, പപ്പടം, ചിക്കൻ ഫ്രൈ, പായസം, ചോറ്, സാമ്പാർ, നല്ല ചൂട് കരിങ്ങാലി വെള്ളം, അങ്ങനെ ഇതൊക്കെ കൂട്ടിയിട്ടുള്ള പരിപാടിയാണ്. അച്ചുമോനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സദ്യയൊക്കെ ആസ്വദിച്ച് കഴിച്ചു. അല്ലെങ്കിലും നമ്മൾ കണ്ണൂർക്കാർക്ക്, കണ്ണൂരല്ല, കണ്ണൂർ, കാസർഗോഡ്, നോർത്ത് കേരള സൈഡിലൊക്കെ ഉണ്ടല്ലോ നോൺ വെജ് ഉണ്ടാവും എല്ലാ ഫെസ്റ്റിവലിനും. ഓണായാലും വിഷുവായാലും നമുക്ക് മെയിൻ ആണ് കേട്ടോ രാവിലെ കുറിച്ച് ഒരുങ്ങിയിട്ട് ചിക്കനോ മീനോ ഒക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പം ആ സമയത്ത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെക്കും. പിന്നെ അതിനോടുള്ള കളിയാണേ. അങ്ങനെ ഇത്തവണത്തെ ഓണത്തിനും ഇതൊക്കെയാണ് കേട്ടോ സ്പെഷ്യല്. വിൻമോനില്ലാതെ ഇതായിനല്ലേ കുറവ്. എല്ലാ തവണയും 5 പേരുണ്ടാവുന്നത് ഇത്തവണ ഞങ്ങൾ 4 പേര് മാത്രമാണ് കേട്ടോ സദ്യക്കുണ്ടായത്. കാരണം അനിയൻ നാട്ടിൽ പോയിട്ടല്ലേ ഉള്ളത്. അപ്പോൾ അവൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ബാക്കി എല്ലാം നമുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ ബിരിയാണിയും പെരക്കും അച്ചാറും പപ്പടവും ഒക്കെ കൂട്ടി നന്നായിട്ട് ആസ്വദിച്ചാണ് കേട്ടോ ഇത്തവണത്തെ ഓണത്തിൻ്റെ ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നേ. അപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെ ഐറ്റംസാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.